നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിലും കരിമണൽ ഖനന നയത്തിലും സംസ്ഥാന സർക്കാരിന് പറ്റിയ പാളിച്ച തിരുത്തണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ആലപ്പുഴയിൽ കരിമണൽ ഖനനം നടത്തില്ലെന്ന് സർക്കാർ പ്രഖ്യാപിക്കണം. വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തിന് അപമാനമെന്നും സുധീരൻ. ജൂൺ 30 ശേഷം ജില്ലയിൽ 200 ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. ബസ് തൊഴിലാളികൾക്ക് ശമ്പളം പകുതിയായി. സ്വകാര്യ ബസ് വ്യവസായം പ്രതിസന്ധിയിലെന്ന് ഉടമകൾ. എളനാട് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന ബാറുമായി മദ്യവിൽപ്പന നടത്തിയ മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിൽ. പാലക്കാട് സ്വദേശി ഷാജിയെയാണ് പിടിയിലായത്. 41 കുപ്പി മദ്യവും ഓട്ടോറിക്ഷയും പണവും പിടിച്ചെടുത്തു. പുനരുദ്ധാരണം പൂർത്തിയാക്കിയ വടക്കുംനാഥ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിന്റെ സമർപ്പണം നാളെ നടക്കും. പഴമ ചോരാതെ പ്രൗഢി നിലനിർത്തിയാണ് ഗോപുരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് പോകുന്ന റോഡ് തകർന്ന നിലയിൽ. കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ രൂക്ഷമായ ആക്ഷേപം. ലോകകപ്പിൽ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി ബ്രസീലിന്റെ കുതിപ്പ്. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് മഞ്ഞപ്പട സ്കോട്ട്ലാൻഡിനെ തകർത്തു. മൊറോക്കോ ഹെയ്ത്തിയെയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി 3ാം പോരാട്ടത്തിൽ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ബെനഫിഷ്യറീസ് വെൽഫെയർ അസോസിയേഷന്റെ പ്രഥമ സമ്മേളനം തൃശൂരിൽ നടന്നു. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. കടവലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് നാട്ടുകാർ. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണി അർഹനായി. ജൂലൈ 15 ഗുരുവായൂരിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ. 2026 9ാമത് അങ്കണം ഷംസുദ്ദീൻ സ്മൃതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി വിശിഷ്ട സാഹിതി പുരസ്കാരം, സാഹിതി സേവാ പുരസ്കാരം പ്രസിദ്ധ കഥാകൃത്തും സാംസ്കാരിക പ്രവർത്തകനുമായ വൈശാഖന് ജൂലൈ അവസാന വാരത്തിൽ തൃശൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ സമ്മാനിക്കും. തിരുവില്ലാമല കയറമ്പാറയിൽ റോഡുകൾ തകർന്ന യാത്രാ ദുരിതം. പ്രദേശത്ത് അപകടങ്ങൾ സ്ഥിരമാകുന്നതായി നാട്ടുകാർ. തൃശൂർ വെസ്റ്റ് പോലീസിന്റെയും സെന്റ് ആൻസ് ഹൈസ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഗീയ ഫാസിസത്തിനെതിരെ ജനതാ സദസ്സ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. അയ്യന്തോൾ ചുങ്കത്ത് സംഘടിപ്പിച്ച സമ്മേളനം മാധ്യമപ്രവർത്തകൻ ഡേവിസ് കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 110 രൂപയും പവന് 880 രൂപയും കൂടി. ഇതോടെ സ്വർണം ഗ്രാമിന് 12,985 രൂപയും പവന് 1,03,640 രൂപയുമായി. അരിമ്പൂർ പഞ്ചായത്തിലെ ക്യാപ്റ്റൻ ലക്ഷ്മി അംഗനവാടിയിലേക്ക് സംഭാവനയായി ലഭിച്ച ഫ്രിഡ്ജ് പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം സലീജ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മണലൂർ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ പാവറട്ടി ജനമൈത്രി പോലീസിന്റെ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പാവറട്ടി മനപ്പടി സോക്കർ ലാൻഡ് ടർഫിൽ നടന്ന ടൂർണമെന്റ് ഗുരുവായൂർ ACP V സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി ചൊവ്വന്നൂർ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ നടുവിലങ്ങാട് അംഗനവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP വേലൂർ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധിച്ച പ്രവർത്തകരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പുത്തൂർ സെന്റ് തോമസ് ഫൊറോണ ദേവാലയത്തിലെ വിശുദ്ധ തോമസ് ലീഹായുടെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോജു പനയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. CPM വരന്തരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ശ്രീവ്യാസ NSS കോളേജിലെ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. പരീക്ഷാ കൺട്രോളറായ ഡോക്ടർ KP സുഭാഷ് ചന്ദ്രൻ മുഖ്യാതിഥിയായി.
MLA KK വത്സരാജ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് നാളെ നടക്കും. കയ്പമംഗലം നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 13 വിദ്യാലയങ്ങളിൽ നിന്നായി 669 വിദ്യാർത്ഥികൾക്ക് MLA അവാർഡിന് അർഹത നേടിയിട്ടുള്ളത്. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ KR മോഹൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പാവർട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഞ്ചല റാഫി ഒരുക്കിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോലി ജോ ഉദ്ഘാടനം നിർവഹിച്ചു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷിഗല്ല ബോധവൽക്കരണ ക്ലാസ് നടത്തി. വെങ്കിടം കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AG ഷെറി ക്ലാസിന് നേതൃത്വം നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സർവോദയം സ്കൂളുമായി സഹകരിച്ച് ഗോൾ വണ്ടി എന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം മെഡിക്കൽ കോളേജ് പരിസരത്ത് സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ M സുജിത് നേതൃത്വം നൽകി. വെങ്കിടൻ GMLP സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് PV ഷൈജു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രചരണാർത്ഥം കുന്നംകുളം പോലീസ് അണ്ടർ-19 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ നിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് പരിവേഷത്തിലാക്കിയത് കൗതുകകരമായി. വിദ്യാർത്ഥികൾ ബ്രസീൽ, ഫ്രാൻസ്, അർജന്റീന, പോർച്ചുഗൽ ടീമുകളെ പ്രതിനിധീകരിച്ച് മത്സര രംഗത്തിറങ്ങി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിന്റെ ഭാഗമായി പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പാവറട്ടി SI സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീൻ ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.